വളരെയധികം തിരക്കുണ്ടായിട്ടുണ്ട്. ധാരാളം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്ന് ഇവിടെ എത്തിച്ചേരുവാൻ ഞങ്ങളുടെ സഹപ്രവർത്തകൻ എൻ്റെ സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രദീപ് ചന്ദ്ര സാർ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ് ഒരു സുഹൃത്താണ് ശ്രീ സോഹൻ റായ് സാർ. ശ്രീ പ്രദീപ് ചന്ദ്ര സാറിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ കൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഡേറ്റ് എത്തി നമുക്ക് ഇവിടെ എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. ശ്രീ സോഹൻ റായ് സാർ അവരുടെ എൻ്റെ വ്യക്തിപരമായ പേരിലും അർപ്പിത കുടുംബാംഗങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ ഹൃദയംഗവുമായി സ്വാഗതം ചെയ്യും. മുഴുവൻ ആളുകളെയും എൻ്റെ വ്യക്തിപരമായ പേരിലും അർപ്പിത കുടുംബാംഗങ്ങളുടെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അഞ്ചലിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിനും ജാതി മതചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അർപ്പിത കൾച്ചറൽ സൊസൈറ്റി. ഇന്ന് ഈ സ്നേഹാദര പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനും വിശിഷ്ട വ്യക്തികളെ ആദരിക്കുന്നതിനും വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്തനും പ്രതിഭാശാലിയുമായിട്ടുള്ള കേരളത്തിന്റെ സിനിമ സംവിധായകൻ കൂടിയായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തുകാരൻ കൂടിയായ ശ്രീ സോഹൻ റായ് സാറിന് അർപ്പിത കൾച്ചറൽ സൊസൈറ്റിയുടെ പേരിൽ ഹാർദവമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാൻ പുനലൂരിലേക്ക് വരാൻ എനിക്ക് സാധിക്കുന്നത് ഒരു ഫംഗ്ഷന് വേണ്ടി. തിരക്കിനിടയിൽ സമയം കണ്ടെത്തി ഇവിടെ വരുവാൻ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വളരെയധികം നിർബന്ധിച്ചു. അത് എനിക്ക് നോ പറയാൻ സാധിച്ചില്ല. ശ്രീ പ്രദീപ് ചന്ദ്രൻ ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ 5ാം ക്ലാസ് തൊട്ട് പഠിച്ചതാണ്. ഒരുപക്ഷെ ഞങ്ങളുടെ ആ സ്കൂൾ കാലഘട്ടത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഈ വായനാശീലത്തിലേക്കുള്ള ഒരു യാത്ര തുടങ്ങിയത്. അന്ന് എന്നോടൊപ്പം ശക്തമായുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയുണ്ട്, ശ്രീ മാത്യു കതിര, അധ്യാപകനാണ്. ഞാൻ എന്നോടൊപ്പം ഈ ചടങ്ങിന് വന്നിട്ടുണ്ട്. ഞങ്ങളെയൊക്കെ ഒരു പലപ്പോഴും ക്ലാസ് റൂമിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഞാൻ കൊണ്ടുവന്നൊരു പുസ്തകം വായിക്കുവാനുള്ള ഒരു അത്രയധികം ആഗ്രഹം വന്നിട്ട് അത് വീട്ടിൽ കൊണ്ടുപോകാൻ സമയമില്ലാതെ മാത്യയിലൊക്കെ ക്ലാസ് നടക്കുന്നതിനിടയിൽ ഇരുന്ന് ഈ പുസ്തകം വായിച്ചിട്ട് ടീച്ചർ ഈ പുസ്തകം എടുത്തുകൊണ്ട് പോകുന്നു. ആ പുസ്തകം തിരിച്ചു കിട്ടുവാൻ വേണ്ടി ഞങ്ങൾ തന്നെ കുറെ കാലം എന്നെ പേടിച്ചിട്ട് മാത്യയിലൊക്കെ ഇങ്ങനെ ക്ലാസ് കഴിഞ്ഞാൽ മുങ്ങും, അങ്ങനെയുള്ളൊരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു കാലഘട്ടമായിരുന്നു. ഇന്ന് പക്ഷേ പുസ്തകത്തിന്റെ ലോകത്തു നിന്നും കുട്ടികൾ ഒരുപാട് അകന്നുപോയി എന്ന് ഞാൻ കരുതിയെങ്കിൽ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഇന്ന് വളരെയധികം സന്തോഷം തോന്നി. നിങ്ങളുടെ ഇടയിലെ കുട്ടികൾ അവർ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് കണ്ടിട്ട് വളരെയധികം സന്തോഷം. ഞങ്ങളൊക്കെ ആ കാലഘട്ടത്തിൽ കയ്യെഴുത്ത് പ്രതികളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഞങ്ങളെയൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും കഥകളോ കവിതകളോ ഒക്കെ പബ്ലിഷ് ചെയ്യാൻ ഒരു മാർഗമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ഒരു പുസ്തക രൂപത്തിലാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പുനലൂർ, അഞ്ചൽ തുടങ്ങിയ ഇതേപോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള അന്നത്തെ വായനാശീലവും മറ്റും ആ ഒരു രീതിയിലുള്ള കുറേ സുഹൃത്തുക്കൾ ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്നു. അവരുടെ ആയിട്ടുള്ള ഒരു സമ്പർക്കവും ഒരുപക്ഷെ ഈ കലാപരമായിട്ടുള്ള എൻ്റെ യാത്രയിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മളുടെ അജ്ഞത പലപ്പോഴും നമ്മളെ വേട്ടയാടുന്ന ഒരവസ്ഥയുണ്ട്. ഒരു ചെറിയ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ അഞ്ചൽ എന്ന് പറയുന്നത് ഞാൻ ആദ്യമൊക്കെ കരുതിയിരുന്നത് ഈ അഞ്ചൽ ഓട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ അഞ്ചൽ. എന്നെ അത് തിരുത്തിയത് മാത്യുലക്സാണ് പിന്നീട് എൻ്റെ അടുത്ത് പറഞ്ഞത്. അഞ്ചൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ചൊല്ലുകളിലെ ബേസ് ചെയ്തിട്ടുണ്ടായ ഒരു വേർഡാണ്. പക്ഷെ ആക്ച്വലി ഈ ഏഞ്ചലസ് എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നും ഏഞ്ചലസ്, അതായത് ദൂതൻ എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ അഞ്ചലോട്ടം ഉണ്ടായി. അതിപ്പോൾ അങ്ങനെയുള്ള ഇത്തരം ചെറിയ അജ്ഞതകൾ നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അത് വായിച്ചറിയുവാൻ സാധിക്കും, അല്ലെങ്കിൽ വായിക്കുന്നവരിലൂടെ ഉള്ള സമ്പർക്കത്തിലൂടെ നമുക്കത് മാറ്റാൻ സാധിക്കും. അതിന് തീർച്ചയായിട്ടും ഇതുപോലുള്ള അർപ്പിത പോലുള്ള സാംസ്കാരിക സംഘടനകൾ അവരുടെ കലാപരമായിട്ടുള്ള ഇതുപോലുള്ള ചെറിയ പ്രോത്സാഹനങ്ങൾ തീർച്ചയായിട്ടും ഈ ഇപ്പോഴുള്ള തലമുറയ്ക്ക് ഫേസ്ബുക്കിന്റെ ലോകത്തിലേക്ക് കടന്നു കഴിഞ്ഞ യങ് ജനറേഷനെ വീണ്ടും എഴുത്തിന്റെ ലോകത്തിലേക്ക്, പുസ്തകങ്ങളുടെ ലോകത്തിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടുവരുവാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ശ്രമങ്ങളെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് മറ്റൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, നിങ്ങൾ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നത് എത്രയോ പുണ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പലർക്കും സമൂഹത്തിൽ നമ്മൾ മറന്നു പോകാറുള്ള മറ്റ് പല
വ്യത്യസ്തതകൾക്ക് വേണ്ടി തേടി പോകുമ്പോഴും ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട്. ഒരു കുട്ടിയെ കൈപിടിച്ചുയർത്തുമ്പോൾ അതിലൂടെ നാം കാണിക്കുന്ന പുണ്യം, അതിന് വാക്കുകൾ പോരാ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും അതിനും നിങ്ങൾക്ക് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഇടയിൽ നിന്നും ഒരുപക്ഷെ ഞാനൊരിക്കലും ഒരു സിനിമാ മേഖലയിൽ പ്രവർത്തിച്ച് അവസാനം ഒരു സിനിമ എടുത്ത വ്യക്തിയല്ല. മനസ്സിൽ ഗർഭകാലത്തിലുണ്ടായിരുന്ന ആഗ്രഹം അത് പിന്നീട് സാക്ഷാത്കരിക്കുവാൻ ഞാൻ എൻ്റെതായ മാർഗങ്ങളിലേക്ക് പോയതാണ്. പക്ഷെ നിങ്ങളുടെ ഇടയിലും ഒരുപാട് കഴിവുള്ള ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ ഓസ്കാർ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത് നിങ്ങളുടെ നാട്ടുകാരനാണ്. അതുപോലെ ഈ ഞങ്ങളുടെ ഡാം 999 ഇത്തവണ 5 നോമിനേഷൻസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിന് ഒരു നോമിനേഷനല്ലോ അതൊരു ഓസ്കാറായി മാറുവാൻ സാധിക്കണം. അതിനുവേണ്ടി നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ ഇടയിൽ നിന്നും ഇനിയും ഭാവിയിൽ സിനിമാ മേഖലയിൽ നിന്നോ അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള ഇതുപോലെ എഴുത്ത് മേഖലകളിലേക്കോ ഉള്ള കുട്ടികളെ തീർച്ചയായിട്ടും കൈപിടിച്ച് കൊണ്ടുവരുവാൻ ഇതുപോലുള്ള അർപ്പിത പോലുള്ള സംഘടനകൾക്ക് കഴിയണം. അതുതന്നെയാണ് അതിന്റെ പരമമായ ലക്ഷ്യവും. എന്റെ സിനിമയെക്കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ എന്നെ ഇവിടെ വരുത്തിയത് സിനിമയെക്കുറിച്ചുള്ള എന്തെങ്കിലും കേൾക്കണമെന്ന് ഉദ്ദേശിച്ചായിരിക്കും. ഡാം 999 ഒരുപക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ആക്ച്വലി ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു 2 സംസ്ഥാനങ്ങളുടെ സ്പർദ്ധയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ആ ഒരു രീതിയിലല്ല ആ ഒരു ചിത്രം ഒരിക്കലും വിഭാവന ചെയ്തത്. ഒരു 4 വർഷത്തിന് മുൻപ് നിങ്ങളെപ്പോലെല്ലാം തന്നെ ഡാമുകളെ ഉണ്ടാക്കുന്ന ദുരന്തം എത്രമാണെന്ന് വ്യക്തമായ ധാരണയില്ലാത്തൊരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നീട് അതിനെക്കുറിച്ച് ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട ആ കഥ തിരഞ്ഞെടുക്കുകയും അതിലേക്ക് കൂടുതൽ പഠനം നടത്തുമ്പോഴാണ് ഈ ഡാമുകൾ എത്രമാത്രം നമ്മളുടെ മുന്നിൽ ഒരു ജലബോംബായി മാറുമ്പോൾ അത് എത്രമാത്രം നമ്മളുടെ ഭാവിയിൽ പിടിച്ചുലയ്ക്കാൻ സാധ്യതയുണ്ട്, അത് എത്രമാത്രം അപകടം അതിന്റെ പിന്നിൽ പതിയിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ഒരു ഡാം മാത്രമല്ല, ലോകത്തിൽ ഏതാണ്ട് 4000-ഓളം ഡാമുകളാണ് കാലപ്പഴക്കം ചെന്ന് കഴിഞ്ഞിരിക്കുന്നത്. ഇതൊന്നും നിർമ്മിച്ചപ്പോൾ ഇത് എങ്ങനെ മാറ്റി പണിയണം എന്നതിനെക്കുറിച്ച് ആരും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നില്ല. 2020 ഏതാണ്ട് 40,000-ഓളം ഡാമുകൾ ലോകത്തിൽ കാലപ്പഴക്കം ചെയ്തിരുന്ന ഒരവസ്ഥ ഉണ്ടാകും. ലോക ജനതയുടെ നല്ലൊരു ശതമാനവും ഏതെങ്കിലും ഒരു ജലബോംബിന്റെ മുന്നിൽ ജീവിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാവും. ഇവിടെ നമ്മളുടെ പിന്നിലും ഒരു ജലബോംബുണ്ട്, തെന്മല ഡാം. നമ്മൾക്കറിയില്ല, അതും കാലപ്പഴക്കം ചെന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അതും നമുക്ക് മാറ്റി പണിയേണ്ടി വരും. പക്ഷേ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പും നാം ആരും എടുത്തിട്ടില്ല. പിന്നെ ഈ കാലപ്പഴക്കം മാത്രമല്ല ഒരു ഡാമിനെ ജലബോംബാക്കി മാറ്റുന്നത്. ഒരുപാട് റീസൺസ് ഉണ്ട് അത് പൊട്ടുവാനായിട്ട്. ഇന്ന് ലോകത്തിൽ ഒരു വർഷം ആവറേജ് 1-ലേറെ ഡാമുകൾ എവിടെയെങ്കിലുമൊക്കെ തകരുന്നുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ഡാമുകളെല്ലാം നിർമ്മിക്കപ്പെട്ടത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ്. അതെല്ലാം തന്നെ കോൺക്രീറ്റിൽ നിർമ്മിച്ച സ്ട്രക്ചറുകളാണ്. ഒരുപക്ഷെ പെനീകുക്ക് എന്ന് പറയുന്ന ഒരു സായിപ്പ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ചിട്ട് നിർമ്മിച്ച ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ എന്നതുകൊണ്ട് അത്രമാത്രം അതിനകത്ത് അദ്ദേഹത്തിന് ആത്മാർത്ഥതയുടെ അംശമുള്ളത് കൊണ്ടായിരിക്കാം അത് ഇന്നും ഈ വാർദ്ധക്യത്തിലും നമ്മളുടെ ഒരു ജീവന് പോലും അപഹരിക്കാതെ ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ അത് ഒരു പക്ഷേ ഒരു വലിയ അപകടം വിതച്ചേക്കാം. അത് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ. എങ്കിൽ പോലും ഈ കോൺക്രീറ്റിൽ നിർമ്മിച്ച ഡാമുകൾ അത് എത്രമാത്രം അപകടം ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ജനങ്ങൾക്കാർക്കും വ്യക്തമായൊരു ധാരണയില്ല. അതിലേക്ക് മാത്രം ഞാനൊന്ന് വിരൽ ചൂണ്ടാൻ ശ്രമിക്കുകയാണ്. ഈ തെന്മല ഡാം തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അത് ഒരു പക്ഷേ ഇട്ടിരിക്കുന്ന പലരും ജനിക്കുന്നതിന് മുമ്പേ കൺസ്ട്രക്ഷൻ തുടങ്ങിയ ഒരു ഡാമാണ്. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ചെറുപ്പകാലത്ത് എന്റെ വീട് പോലും നിർമ്മിച്ചിരിക്കുന്നത് തെന്മല ഡാമിൽ ഉപയോഗിക്കേണ്ടിയിരുന്ന സിമന്റ് പുറത്തേക്ക് ഒഴുകുകയും ബ്ലാക്കിൽ നിന്നാണ്. അവിടെ നിന്നുള്ള പല വീടുകളും ഞങ്ങളുടെ നാട്ടിലെ പല വീടുകളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ എഞ്ചിനീയറിംഗ് സ്പെസിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്ന ആവശ്യമുള്ള സ്ട്രെങ്തിന്റെ നല്ല ശതമാനവും ഇതുപോലുള്ള കറപ്ഷനിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അപ്പം നമുക്കറിയില്ല, ഇത് ഡിസൈൻ ചെയ്യുന്ന വ്യക്തി പറയുന്ന ആയുസൊന്നും
ഒരിക്കലും അത് നിർമ്മിക്കപ്പെടുമ്പോൾ ഈ അഴിമതിയുടെ കരണ്ട് കഴിയുമ്പോൾ അതിനുണ്ടാകാൻ ചാൻസ് ഇല്ല. ജപ്പാൻ എന്ന് പറയുന്നൊരു രാജ്യത്ത് ഏറ്റവും അധികം എർത്ത് ഉണ്ടാകുന്ന സ്ഥലമാണ്. അവിടെ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും എർത്ത് വിസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സ്ട്രക്ചേഴ്സാണ്. ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് വളരെ ശ്രദ്ധ പുലർത്തി ചെയ്യുന്ന കാര്യങ്ങളാണ്. അവിടെ പോലും ഈ വർഷം ഒരുപാട് പഴകിലേക്കൊന്നും പോകണ്ട. കഴിഞ്ഞ മാർച്ച് 11 ഒരു എർത്ത് ഫുജിനിമോ എന്ന് പറയുന്ന ഒരു അണക്കെട്ട്, വളരെ ചെറിയ അണക്കെട്ടാണ്. അതൊരു ചെറിയ അണക്കെട്ടുകൾ തകരുവാൻ വളരെ ചാൻസ് കുറവാണ്. എന്നിട്ട് പോലും ഒരു ഭൂചലനത്തിൽ അത് തകരുകയും ഒരു പക്ഷേ ജപ്പാൻ അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയതുകൊണ്ടാവാം. അവരെല്ലാം ഈ വോൾക്കനാസിന് വേണ്ടി നെറ്റ്വേക്കിന് വേണ്ടിയും എല്ലാം അവർ വളരെയധികം പ്രിപ്പയർഡ് ആയതുകൊണ്ടായിരിക്കാം മരണം വെറും 12 അത് ഒരുപക്ഷെ ആ ഫുജിനിമോ അണക്കെട്ട് നമ്മുടെ കേരളത്തിലാണെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരായിരുന്നു തന്നെ മരിച്ചു പോവുക. അതിന്റെ കപ്പാസിറ്റി മുല്ലപ്പെരിയാർ ഡാമിന്റെ 3/1 ഹൈറ്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ റിസർവോയറിന്റെ കപ്പാസിറ്റി 200 ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാം എത്രമാത്രം ചെറിയ ഡാമാണ്. ആ ചെറിയ ഡാം പോലും ഒരു എർത്ത് തകരുമെന്ന് നമ്മളുടെ മുന്നിൽ തെളിവുണ്ട്. അപ്പോഴാണ് നമ്മളുടെ അടുത്ത സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി ശക്തമായി പറയുന്നത് എർത്ത് ഒരു ഡാം തകരില്ല എന്ന്. അതേ മുഖ്യമന്ത്രിയുടെ അടുത്ത അവകാശവാദമാണ് ഒരു ഡാം തകർന്നു കഴിഞ്ഞാൽ, മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഇടുക്കി ഡാം അതിനെ പിടിച്ചു നിർത്തുമെന്നുള്ളത്. ഏറ്റവും മൗഢ്യമായിട്ടുള്ള ഒരു പ്രസ്താവന. ചൈനയിൽ 1975 മുല്ലപ്പെരിയാറിന്റെ അതേ വലിപ്പത്തിലുള്ള ബാങ്ക്യാവോ ഡാം തകരുമ്പോൾ ഏതാണ്ട് 62 ഡാമുകളാണ് ഇതിന്റെ മുന്നിലും സൈഡിലുമൊക്കെ ആയിട്ടുള്ള ഈ ജലം പരന്നൊഴുകിയിട്ട് അതിന്റെ മുന്നിലുള്ള 62ഓളം ഡാമുകളാണ് ഒറ്റ ദിവസം തകരുകയും ലോകം കണ്ട ഏറ്റവും വലിയ മാൻമേഡ് ഡിസാസ്റ്റർ ആയത് മാറുകയും 2 ലക്ഷം പേരാണ് നമ്മുടെ മരിച്ചു വീണത്. കാര്യം കുത്തി ഒലിച്ച് ഒരു ഡാം പൊട്ടുമ്പോൾ പുറത്തേക്ക് വരുന്ന ഒരു ജലത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അത് ഏതാണ്ട് 100 കിലോമീറ്റർ വേഗതയിൽ വരുമ്പോൾ സാധാരണ ഒരു ഡാമിൽ അനുഭവപ്പെടുന്ന പ്രഷറിന്റെ ഏതാണ്ട് 25 ഇരട്ടിയിലേറെ ആയിരിക്കും ഒരു 100 കിലോമീറ്റർ സ്പീഡിൽ വരുന്ന ജലം നൽകുക. അതിനെ മാസിനെ സ്പീഡ് വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഒരു അവസ്ഥ. അത് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ വെറും ഫാക്ടർ ഓഫ് സേഫ്റ്റി 3 മാത്രം വെച്ച് ചെയ്യുന്ന ഇടുക്കി ഒരു സാധാരണ ഡാം ഇടുക്കിയും ആ ഒരു ഗണത്തിൽ വരുന്നതാണ്. അതിനൊരിക്കലും അത്തരം കുതിച്ചു പാഞ്ഞു വരുന്ന വെള്ളത്തിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. ഇത് വളരെ എഞ്ചിനീയറിംഗിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുപോലും ഇത് മനസ്സിലാക്കിയിട്ടാണോ മനസ്സിലാക്കാതെയാണോ ഈ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രസ്താവന നടത്തിയത് എന്നെനിക്കറിയില്ല. പക്ഷേ നിങ്ങളെങ്കിലും ഇപ്പം നമ്മളെ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അജ്ഞതയാണ് നമ്മളെ പലപ്പോഴും ഇതിൽ നിന്നൊക്കെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് ഇപ്പം ബാങ്ക്യാവോ ഡാം പോലും തകർന്നത് ടൊറൻഷ്യൽ റെയിൻ എന്ന് പറയുന്നത് ലോ പ്രഷർ ഫോർമേഷൻ. നമ്മുടെ നാട്ടിലൊരു ലോ പ്രഷർ ഫോർമേഷൻ ഉണ്ടായാൽ മതി. ഇന്നലെ തമിഴ്നാട് തീരത്ത് ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് അത് കേരളത്തിൽ ഒറ്റ ദിവസം കൊണ്ട് വന്നിട്ടാണ് ഇന്നലെ തിരുവനന്തപുരമൊക്കെ വെള്ളത്തിലടിയിലായത്. വളരെ ചെറിയൊരു ലോ പ്രഷർ ഫോർമേഷൻ ഉണ്ടായതാണ്. പക്ഷേ അതൊരു നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഒരു ലോ പ്രഷർ ഫോർമേഷൻ ഒരു പ്രദേശത്ത് എന്നെങ്കിലും ഒരിക്കലും ഉണ്ടാകും. അത് ഈ ഗ്ലോബൽ വാർമിംഗിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. അത്തരം ഒരു ടൊറൻഷ്യൽ റെയിൻ ഉണ്ടാകുന്ന സമയത്ത് ഇന്ന് ലോകത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഡാമിനും ഒരുപക്ഷെ അതിന്റെ എല്ലാ ഷട്ടേഴ്സും തുറന്നു വിട്ടാൽ പോലും അതിഭയങ്കരമായ രീതിയിൽ കുതിച്ചുപാഞ്ഞു വരുന്ന ആ മഴവെള്ളത്തെ ഒരിക്കലും റിസർവോയിൽ നിന്ന് ചോർത്തിക്കളയാൻ സാധിക്കില്ല. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ചൈനയിൽ ലോകം കണ്ട ഏറ്റവും വലിയ അണക്കെട്ട്, ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് കൺസെപ്റ്റ് 2 വർഷത്തിന് മുമ്പാണ് അവർ ത്രീ ഗോർജിയസ് ഡാം നിർമ്മിക്കുന്നത്. ആ ഡാമിൽ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ ചിത്രത്തിന്റെ ചിത്രീകരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ടിവിയിൽ സ്ക്രോള് വരുന്നത് ത്രീ ഗോർജിയസ് ഡാം തകരാൻ പോകുന്നു. മറ്റൊന്നും കൊണ്ടല്ല, 2 വർഷം പെയ്യേണ്ട മഴ ഒറ്റ ദിവസം അവിടെ പെയ്യുകയാണ്. അത് അന്ന് ചൈനയിലുണ്ടായിട്ട് നാളെ ലോകത്തിൽ എവിടെ വേണമെങ്കിലും ചെയ്യാം, നമ്മളുടെ മലകളിലും ഉണ്ടാകാം. ചൈനയിലെ അധികൃതർ അതിന്റെ ഷട്ടേഴ്സ് മുഴുവൻ തുറന്നു വിടാൻ ശ്രമിച്ചിട്ടും അതിലേറെ വെള്ളമാണ് അതിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അന്ന് കോടിക്കണക്കിന് ജനങ്ങളെയാണ് അവിടുന്ന് അവർ മണിക്കൂറുകൾക്കുള്ളിൽ ചൈന ഒഴിപ്പിച്ച് മാറ്റിയത്. ആ ഒരു സംവിധാനമൊന്നും നമ്മളുടെ നാട്ടിലില്ല. അപ്പോൾ ഈ ഒരു ടൊറൻഷ്യൽ റെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു ഡാം തകരാൻ അതിന് കാരണമാണ്. ഇനി 1963 ഇറ്റലിയിൽ ഉണ്ടായേക്കുന്ന ഒരു ഡാം ദുരന്തം ഇതൊന്നും ആയിരുന്നില്ല. ലാൻഡ് സ്ലൈഡ്, ഈ മണ്ണിടിച്ചിൽ ഈ ഡാമിനകത്തുള്ളിലേക്ക് സംഭവിച്ചിട്ട് അതിൽ നിന്നൊരു സർഫസ് വേവ് ഉണ്ടായിട്ട് ഈ ഡാമിന്റെ ഉള്ളിൽ നിന്നും ഒരു സുനാമി. ഇപ്പോൾ നമുക്കൊന്നും ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല ഒരു ഡാമിന്റെ റിസർവോയറിൽ സുനാമി ഉണ്ടാകുമോ എന്ന്. പക്ഷെ 250 മീറ്റർ ഹൈറ്റിൽ വന്ന സുനാമി ഈ വജോൺ എന്ന് പറയുന്ന ഇറ്റലിയിലെ ഡാം തകരുകയും അതിന്റെ മുന്നിലുള്ള 6ഓളം
ഗ്രാമങ്ങളെ എടുത്തുകൊണ്ട് പോയി, ഒന്നും ആരും അവശേഷിച്ചില്ല. അപ്പോൾ നാളെ നമ്മുടെ നാട്ടിലെ ഈ മലയിടിച്ചിൽ സാധാരണമാണ്, ഉരുൾപൊട്ടൽ സാധാരണമാണ്. ഉരുൾപൊട്ടുമ്പോൾ മണ്ണിടിച്ചിൽ മാത്രമല്ല, അത്രയും വെള്ളം കൂടി എക്സ്ട്രാ വരികയാണ്. അപ്പോൾ കൂടുതൽ വെള്ളവും അതോടൊപ്പം തന്നെ ഈ ഡാമിന്റെ കപ്പാസിറ്റി കുറയുന്ന ഒരവസ്ഥ ഈ മണ്ണിടിച്ചിൽ മൂലം ആ സമയത്തുണ്ടാകുന്ന ഒരു സുനാമി ഫോർമേഷൻ എപ്പോൾ വേണമെന്നുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങളിൽ നിന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ ചിത്രത്തിന്റെ ക്ലൈമാക്സിൽ കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രം ഒരിക്കലും ഞങ്ങൾ തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ഡാം ദുരന്തമായിട്ടല്ല കാണിച്ചിരിക്കുന്നത്. ഒരു സാധാരണ പ്രണയകഥ, അതിന്റെ അവസാനം ഒരു ദുരന്തം എങ്ങനെയെന്നുള്ളത് വളരെ ചെറിയത്, വളരെ ഷോർട്ടായിട്ട്, അതേസമയം അതിനകത്ത് എല്ലാ എലിമെന്റ്സും വരുന്ന രീതിയിൽ ഒരു ഷോട്ടെങ്കിലും കാണിച്ചുകൊണ്ടാണ് പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. അതേസമയം ഇതിന്റെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ശരിയായ അവതരണം ഞങ്ങളൊരു ഡോക്യുമെന്ററിയിലൂടെയാണ് ചെയ്തത്. പക്ഷേ ആ ഡോക്യുമെന്ററിയിലൂടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരിക്കലും ജനങ്ങളിലേക്ക് അത് കാര്യമായിട്ടില്ല. ഈ ഡോക്യുമെന്ററി പോലും ഇതിനകം 21 ഇന്റർനാഷണൽ അവാർഡ്സ് നേടി, എന്നിട്ട് പോലും അത് ജനങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ല. അതേസമയം ഒരു ഫീച്ചർ ഫിലിമിലൂടെ ഒരു സാധാരണ കഥ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയും അതേസമയം ഈ ഡാമുകൾ ഉണ്ടാക്കുന്ന ദുരന്തം അതിലൂടെ അതിന്റെ ക്ലൈമാക്സിലൂടെ അവതരിപ്പിക്കുകയും ശ്രമിച്ചപ്പോൾ അത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇത് വളരെയധികം ചർച്ചാ വിഷയമാവുകയും ഒരുപക്ഷെ ഓസ്കാറിൽ പോലും ഒരുപക്ഷെ ഓസ്കാർ ലെവലിൽ നിന്നും ഇന്ത്യൻ സിനിമകളിൽ നിന്നും ഒരു 10-25 വർഷം പുറകിലാണ്. അതുകൊണ്ടായിരിക്കും ഇന്ന് വരെ ഇന്ത്യയിൽ നിന്നും ഡയറക്ടർ എൻട്രി മെയിൻ സ്ട്രീമിൽ ഓസ്കാറിലേക്ക് പോകാതിരുന്നത്. ഇതുവരെയും വിദേശ ലാംഗ്വേജ് എന്ന് പറഞ്ഞ ഒരു റിസർവേഷൻ കാറ്റഗറിയിലാണ് ഇന്ത്യയിൽ നിന്ന് ഒരു ചിത്രം എല്ലാ വർഷവും പോയിക്കൊണ്ടിരുന്നത്. മെയിൻ സ്ട്രീമിൽ നിന്ന് ഒരു ചിത്രം പോകാൻ സാധിക്കുന്നത് നമ്മളുടെ കാഴ്ചപ്പാട്, നമ്മളുടെ ഒരു അവതരണ രീതിയും ആ ഒരു ഓസ്കാർ നിലവാരത്തിൽ പോയ കാര്യം ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ ഈ സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ കൊണ്ടായിരിക്കാം ഇതിനകത്ത് എല്ലാവരും 100% ഒരു ഇന്ത്യൻ പ്രോഡക്റ്റ് എന്ന നിലയിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടായിരിക്കാം ഈ ചിത്രം ഇന്ന് 5 നോമിനേഷൻസ്, ബെസ്റ്റ് ചിത്രം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, 3 ഗാനങ്ങളടക്കം ഇതിനകം 5 നോമിനേഷൻസ് വന്നിട്ടുണ്ട്. ഈ 24-ാം തീയതി നമുക്കറിയാം ഫൈനലിലേക്ക് എത്തുമോ എന്നാണ്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ഒരു പ്രാദേശിക പ്രശ്നങ്ങൾ, ഒരു വെറും എന്റർടൈൻമെന്റ് മൂവി എന്നതിലുപരി അല്ലെങ്കിൽ ഒരു ആർട്ട് മൂവി എന്നതിന് മാറി ഒരു ഇൻഫർടൈൻമെന്റ് എന്ന നിലയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഈ ഒരു ചിത്രത്തിന് ഇത്രയധികം സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഉള്ളിലും കഴിവുകളുള്ള ആൾക്കാരുണ്ടെങ്കിൽ, ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹാൻഡിക്യാമിൽ പോലും നമുക്കൊരു ഷോർട്ട് ഫിലിമിൽ നിന്നും തുടങ്ങാം. ഇനി പുസ്തകം ഇവിടുത്തെ കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നാളെ ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും നിങ്ങളുടെ ഹാൻഡിക്യാം ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാനും വളരെ സോഷ്യൽ ഇംബലൻസ് ഉള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വളരെ ലളിതമായിട്ട് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടത് നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു വീക്ഷണമാണ്, ഒരു ശ്രമമാണ്. ഇന്ന് അത് ലോകത്തിന്റെ മുന്നിൽ എല്ലായിടവും എത്തിക്കാൻ വേണ്ടി നമ്മളുടെ ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. യൂട്യൂബിൽ നിങ്ങൾക്കിടാം, എത്രയോ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് അത് കാണുവാനുള്ള ഒരു സംവിധാനം ചെയ്യാം. അപ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ശ്രമങ്ങൾ, നിങ്ങളുടെ സംഘടനയുടെ ശ്രമങ്ങൾ ഇതുപോലുള്ള കലാകാരന്മാരെ ഈ വിഷ്വൽ മീഡിയയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി ശ്രമിക്കുക. അഞ്ചൽ പോലെ നിങ്ങളുടെ ഈ ഒരു സംസ്കാരം, കലയുമായിട്ടുള്ള ഒരു ആഭിമുഖ്യം, നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പറയുകയാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ മുനിസിപ്പാലിറ്റിക്ക് നിങ്ങൾക്കൊരു നിർദ്ദേശം വെക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വേണ്ടത് നല്ല ഒരു പക്ഷേ ഇപ്പോഴും നമ്മൾ ഈ അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മൾക്ക് പലരെയും കൈ പിടിച്ചുയർത്താൻ വളരെ വൈകി പോകുന്നത് നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പരിമിതികൾ കൊണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി കലാപരമായിട്ട് ഇതുപോലുള്ള വിഷ്വൽ മീഡിയയിലേക്ക് നമുക്ക് ഒരു 2 സ്റ്റെപ്പ് മുകളിൽ നിന്ന് ചിന്തിക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് വളരെ മോഡേൺ ആയിട്ടുള്ള, വളരെ ഓഡിയോ സൗണ്ട് സിസ്റ്റം, വിഷ്വൽ ഫെസിലിറ്റീസ് ഒക്കെയുള്ള ഒരു നല്ല തിയേറ്റർ. അത് 200 ആവട്ടെ 300 ആവട്ടെ, പക്ഷേ ബ്യൂട്ടിഫുൾ സൗണ്ട് ഡിസൈനിൽ ഇതുപോലുള്ള പ്രോഗ്രാംസ് നടത്താനും അതുപോലെ തന്നെ നല്ല ഈവൻ 3D പ്രൊജക്ഷൻ വരെയുള്ള ഒരു തിയേറ്റർ ആണെങ്കിൽ അത് തിയേറ്റർ മൾട്ടിപർപ്പസ് തിയേറ്റേഴ്സ്, അതിനകത്ത് കലാപരിപാടികൾ നടത്തണം. അത് ഇതുപോലുള്ള വിഷ്വലായിട്ടുള്ള പ്രൊജക്ഷൻ സിസ്റ്റം ഒക്കെയുള്ള നല്ലൊരു മോഡേൺ ഫെസിലിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യങ് ജനറേഷൻസിന് അത് വളർത്തിക്കൊണ്ടുവരുവാനും നമ്മൾ വേറൊരു രീതിയിൽ ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ കലയെ പരിപോഷിപ്പിക്കാൻ സാധിക്കും. അതിന് നമ്മൾ എത്രയോ പണം മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നു. ഇതിനുവേണ്ടി ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇറങ്ങി തിരിച്ചാൽ ഒരുപാട് ബാങ്ക്സൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ലോൺ അതിന് പ്രൊവൈഡ് ചെയ്യും. അതിന്റെ ഇതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ മാത്രം മതി. നല്ല ഒരു ഓഡിറ്റോറിയം, നല്ല ഫെസിലിറ്റീസ് ഉണ്ടെങ്കിൽ അതിന്റെ റെന്റിൽ നിന്നുള്ള ഇൻകം മാത്രം മതി അത് റിട്ടേൺ കൊടുക്കുവാൻ. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുനിസിപ്പാലിറ്റി അത് തീർച്ചയായിട്ടും ഇതുപോലുള്ള കലാകാരന്മാരെ വളർത്തുവാനും വിഷ്വൽ മീഡിയയിലേക്ക് കടന്നു വരുന്നവർക്ക് അത് വളരെയധികം പ്രയോജനം നൽകും. നല്ല നല്ല മൂവീസ്, വേൾഡ് ഫേമസ് ആയിട്ടുള്ള മൂവീസ് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് റെഗുലറായിട്ട് കാണിക്കുവാനും ഒരു സ്ഥിരം ഒരു ഫെസ്റ്റിവലായിട്ട് തന്നെ നമുക്ക് നടത്തുവാനും
എല്ലാ സായാഹ്നങ്ങളും ഇതുപോലെ സമ്പുഷ്ടമാക്കുവാനും സാധിക്കണം. അതിനുവേണ്ടി അർപ്പിത പോലുള്ള സംഘടനകൾ ശ്രമിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു വേദിയിലേക്ക് എന്നെ ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഈ യോഗത്തിന് ആശംസാ പ്രസംഗം നടത്തുന്നതിനും ശ്രീ സോഹൻ റോയ് സാറിനെ ആദരിക്കുന്നതിനും വേണ്ടി അർപ്പിത കൾച്ചറൽ സൊസൈറ്റിയുടെ രക്ഷാധികാരിയും ശബരിഗിരി സെൻട്രൽ സ്കൂളിന്റെ സീനിയർ പ്രിൻസിപ്പലുമായിട്ടുള്ള ശ്രീ ഡോക്ടർ VK ജയകുമാർ സാർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ആദരവ് ഏറ്റുവാങ്ങാൻ ഇവിടെ എത്തിയ എല്ലാവർക്കും അർപ്പതയ്ക്ക് വേണ്ടി കൃതജ്ഞത അറിയിക്കുന്നു. ഇവിടെ എത്തിച്ചേർന്ന ഈ ആദരിക്കൽ ചടങ്ങിൽ ഞങ്ങളോട് ഒപ്പം നിന്ന നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകൻ ശ്രീ സോഹൻ റോയ്ക്ക് അർപ്പിതയുടെ കൃതജ്ഞത അറിയിക്കുകയാണ്.